കുറച്ച് ദിവസമായിട്ട് റോഡിൽ നല്ല അലച്ചിലായിരുന്നു. ഒത്തിരി ദിവസം കൊണ്ടേ ഇങ്ങനെ രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു, രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ദേ ഇവിടെ ഇച്ചിരി നേരത്തെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പണിയൊക്കെ കുറേയൊക്കെ അങ്ങ് ഒതുക്കി വെച്ചിട്ടാണ് വന്നത്. ഒരു 5:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പണി ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ മറ്റത് നമ്മൾ രാവിലെ പോകുന്നുള്ള വൃത്തിയാക്കാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ല, ഒരു അമ്മയ്ക്കും ഒരു കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള ഒരു അലച്ചിരി ഓട്ടോ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു യാത്രയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരൊറ്റ ചോദ്യം കേട്ടോ, ഞാൻ എങ്ങനെ ഇനി ജീവിക്കൂടി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ എവിടേക്കെയോ കയറി അങ്ങ് പോയി കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ആ ഒരു ചോദ്യം അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അവളത് ചോദിച്ചെങ്കിലും അത് കയറി കൊണ്ടത് എനിക്കായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാനായിട്ട് പറ്റും, കാരണം ഞാൻ ഈ വാടകയ്ക്ക് താമസിക്കുന്നത് കൊണ്ടും എൻ്റെ മക്കളെയും കൊണ്ട് ആ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഒരുവിധം നമുക്ക് പിടിച്ചു നിന്ന് പോകാനായിട്ടുള്ള ഇത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വന്ന ആ ഒരു സാഹചര്യത്തിലല്ല ഇപ്പം മുമ്പോട്ട് പോകണമെന്നുള്ള കാര്യം എനിക്കറിയാനായിട്ട് പറ്റും. ഇതിനെല്ലാത്തിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൈ എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മളിവിടെ ഒരു മാതാവുണ്ട്, ആ ഒരു മാതാവിനെ ഞാൻ മെഴുകുതിരി കത്തിക്കാറുണ്ട്. എനിക്ക് ജാതി മതമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പ്രപഞ്ചത്തിൽ നമുക്കൊരു ശക്തി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാതാവ് അടുത്തുള്ളത് കൊണ്ട് ആ മാതാവിനെ പോയിട്ട് മെഴുകുതിരി കത്തിക്കുന്നു പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക്. പിന്നെ ഒരു അമ്പലങ്ങളിലും പോയിട്ട് ഞാൻ പൈസ ഇടുന്നൊരു സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ഇടുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കും, ദൈവങ്ങൾ പൈസ മേടിക്കാനല്ലല്ലോ ഇരിക്കുന്നത്, അപ്പോൾ എന്തിനാണ് നമ്മൾ ദൈവങ്ങൾക്ക് പൈസ വാരിക്കോരി ഇട്ട് കൊടുക്കണം? അവർക്ക് വേണ്ടതാണ് ഒരു എണ്ണ, തിരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണല്ലോ വേണ്ടത്. ഒരു വെളിച്ചം അതാണല്ലോ അവർക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പോകുന്ന സ്ഥലത്തൊക്കെ എണ്ണയാണെങ്കിലും തിരിയാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വാങ്ങിച്ച് കൊടുക്കും കേട്ടോ. അതൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം. എൻ്റെ കൂടെ വന്നിട്ടുള്ളവർക്ക്, എന്നെ കൊണ്ടുപോകുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എവിടെ പോയാലും ശരിയാണ്, ഒരു സ്ഥലത്ത് ഞാൻ പൈസ ഇടൂല കേട്ടോ. എന്നുവെച്ചാൽ അവിടുത്തെ ഒരു എന്തോ പറയാനായിട്ട് ചെറിയ കാണിക്കപ്പെട്ടി അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഞാൻ പൈസ ഇടുന്ന ഒരു സ്വഭാവവും എനിക്കില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കൊക്കെ പിന്നെ എൻ്റെ മനസ്സിൻ്റെ അടുത്ത് ഞാൻ തന്നെ ചോദിക്കുകയാണ്, ഈ പൈസ നമ്മൾ ഇടുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ദൈവങ്ങൾ ആരെങ്കിലും ആണോ ഈ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് സാധനം മേടിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടുത്ത് സ്വയം ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കൽ, ഒരുപാട് പേര് അവരുടെയൊക്കെ വിശ്വാസം കൊണ്ട് അമ്പലങ്ങളിൽ പൈസ ഇടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ അമ്പലത്തിലായാലും പള്ളികളിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും ഒരുപാട് സ്ഥലത്തിലായാലും പൈസ ഇടുന്നത് ആ പൈസ എടുത്തായിരിക്കും അവിടുത്തെ ദേവസ്വം ബോർഡല്ല. അല്ലാതെയൊക്കെ ഞാൻ അത്രയൊന്നും കാടുകയറിയൊന്നും പോകുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, പൈസകൾ കൊണ്ടുവന്ന് ഇടുന്നു, ആ ഇടുന്ന പൈസകൾ എടുത്ത് വെച്ചിട്ട് അവരൊക്കെ പങ്കുവെച്ച് എടുക്കും, അവിടത്തേക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മൾ ആ പൈസ എടുത്ത് നല്ല പാവങ്ങൾക്കാണ് കൊടുക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിന് വേണ്ടിയിട്ട് ഒരു സഹായം എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിനൊരു പുണ്യം കിട്ടും. പക്ഷെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു സ്ഥലത്ത് പോയാൽ പോലും ഞാൻ 1 രൂപ പോലും ഞാൻ അവിടുത്തെ കാണിക്കപ്പെട്ടില്ല, ഞാൻ ഇടത്തില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എൻ്റെ രീതി എങ്ങനെയായിരിക്കുമെന്ന്. എൻ്റെ അടുത്ത് കഴിഞ്ഞ നാൾക്ക് ചോദിച്ചാൽ അത് നീ പ്രാർത്ഥിക്കൂല, നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, ഇത്രയും നാളായല്ലോ നീ വീഡിയോയിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതും എടുക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിനകത്താണ്. എൻ്റെ മനസ്സിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം ഒതുക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് മുന്നിലും മറ്റുള്ളവർക്ക് മുമ്പിലും എൻ്റെ മക്കൾക്ക് മുമ്പിലും ആർക്കും മുമ്പിലും ഞാനത് കാണിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിന് ഞാൻ എങ്ങനെ ജീവിക്കൂടി ഇനി അങ്ങോട്ട്, ഞാൻ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കൂടി എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ് സമാധാനപ്പെട്ട് എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാമെന്നത്. ഞാൻ പറഞ്ഞു ഒരൊറ്റ കാര്യമുള്ളൂ, നീ ഒരു കാര്യം ഞാൻ പറയുന്നിടത്ത് നീ ഒരു കാര്യം ചെയ്താൽ മതി, വേറെ ഒന്നുമല്ല. കാരണം എനിക്ക് മാതാവിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, നീ മാതാവിനൊരു മെഴുകുതിരി കത്തിക്ക് എന്ന് പറഞ്ഞു. അത് പറയുന്ന എപ്പോഴാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കഥ പോലെ തോന്നും. അല്ല, സത്യം പറഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. റോഡിൻ്റെ സൈഡിൽ ഒരു അമ്മയും കുഞ്ഞും ഇരുന്ന് കച്ചവടം ചെയ്യുക, അതുപോലെ തന്നെ കൊച്ചിനെയും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാകുന്ന ആ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ വരെ, പിന്നെ അതുപോലെ അവൾ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൾ കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വേറൊരു വ്യക്തി കൊണ്ടുവന്ന് വെക്കി അവളുടെ കച്ചവടം പോവേ, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കരമായിട്ടങ്ങ് വിഷമം തോന്നി. കാരണം ഉള്ളവരാണല്ലോ ആ ഒരു ഇല്ലാത്ത ആ ഒരു പാവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അതിനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ ഇനി എനിക്ക് വന്ന് കമൻറ്റ് ഇടും, അല്ലെങ്കിൽ അവർ തമ്മിൽ അല്ലെങ്കിൽ ആരോടെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് പറയാനുള്ളത് പറയും. കാരണം ആ ഒരു ഇപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ആ ഒരു പെൺകൊച്ചിക്ക് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്തതും പിന്നെ ഒരുപാട് പേര് വന്ന് മേടിക്കും എടുക്കും ഒക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എത്ര കാലം തൊട്ടേ ആ കൊച്ചിക്ക് അവിടെ ഇരുന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എനിക്കറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്.
അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പിന്നെ മാതാവിന് ഒരു മെഴുകുതിരി നിനക്ക് കത്തിക്കാനായിട്ട് പറ്റുമോ, നീ സമാധാനപ്പെടും, നിനക്ക് കടയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. ഞാൻ ഈ കൂടെ പോകണമെന്നായി ഇവർക്ക് ഓരോ സ്ഥലത്ത് കയറി ചോദിക്കാനായിട്ട് ചെറിയൊരു മടി കൊണ്ടിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, സമാധാനപ്പെട്ട് വിഷമിക്കേണ്ട, ചോദിക്കാനില്ല, ഞാൻ ചോദിക്കാം, വായിക്കിടക്കുന്ന നാക്കാണല്ലോ നമ്മൾ ചോദിക്കുന്നതിന് എന്തൊരു കുഴപ്പം, നമ്മൾ കക്കാനോ ഓട്ടിക്കാനോ എടുക്കാനോ ഒന്നിനും അല്ല പോകുന്നത്, ഒരാളുടെ അടുത്ത് വാവിട്ട് നമുക്ക് ചോദിക്കാം, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു തരല്ലോ, സത്യം പറഞ്ഞ് നമ്മൾ കിളിമാനൂരിന്ന് എനിക്ക് തോന്നുന്നു വെഞ്ഞാറമൂട് അങ്ങോട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് ഒരു മേശയും ഒരു മേശയും പിന്നെ ഒരു കുടയും കൂടെ ഏതെങ്കിലും ഒരു വീടുകളിൽ വെക്കുകയോ ഇല്ലെന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മനുഷ്യന് സമ്മതിക്കില്ല. പിന്നെ ഒരു റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് ബാക്കിൽ കുറച്ച് മാറിയാണ് കേട്ടോ ഒരു വീട്. ആ വീട്ടുകാർ പറഞ്ഞു, അയ്യോ അവിടെ വെക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, അവിടെയൊന്നും വെച്ച് കച്ചവടം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അവർ വലിയ കൊട്ടാരത്തിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ അവൾ വാടകയൊന്നും താമസിക്കണം, ഞാൻ വാടക തന്നെ. അപ്പോൾ അവളുടെ ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, അവർ ആ റോഡിലാണല്ലോ അവളും പറഞ്ഞത്, പിന്നെ അവരുടെ മുറ്റത്തോ കാര്യങ്ങളിലോ അങ്ങനെ ഒന്നുമല്ല, റോഡിൻ്റെ സൈഡിലൊന്നും വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവസാനം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തുനിന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു മാമൻ കേട്ടോ. അപ്പോൾ ആ ഒരു ചേച്ചി ചെന്ന് വിളിച്ചിട്ടൊക്കെ വന്ന് അവിടുത്തെ ആ ഒരു മാമ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ്, പിന്നെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ വെച്ചോ, ഒരു കുഴപ്പമില്ല, നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ബസ് സ്റ്റോപ്പും പിന്നെ അതുപോലെ തന്നെ വളവാണ്, നല്ല വളവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് വെക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ സ്ഥലക്കുറവ് കൊണ്ടും വളവായതുകൊണ്ടുമാണ് നമ്മൾ അവിടെ വെക്കാൻ ചെയ്തിട്ട്. പക്ഷേ ആ ഒരു വീട്ടുകാർ മാത്രം അവിടെ കൊണ്ട് വെച്ചോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ശരിയായില്ല. അന്ന് രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അലച്ചിലാണ്, റോഡ് മൊത്തം അലച്ചിലാണ്. എന്തിനാണ് ഓരോരോ വീടുകളിൽ ഓരോരോ കടകളിൽ, ചില സ്ഥലത്ത് കടകളിൽ കുറച്ച് മാത്രം, വീടുകളിലായിരിക്കും കൂടുതലും കയറി ചോദിക്കുന്നതായിട്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരു ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരു സാധനം അവിടെ വെക്കുക, രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മാറ്റും, അല്ല കൊണ്ടുവന്ന് വെക്കും കേട്ടോ. 2 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വെക്കും, പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്നേ എടുക്കുള്ളൂ. അങ്ങനെയാണ് കേട്ടോ, കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ആർക്കും സമ്മതമല്ല. അങ്ങനെ പിന്നെ എന്തെങ്കിലും വിചാരിച്ച് ഒരു കട പണിയാന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ചപ്പോഴത്തേക്ക് അത്രയും പൈസയൊന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഇല്ല. പെട്ടെന്ന് കട പണിയണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഒരുപാട് അലഞ്ഞ് പോയി. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്ത് കയറി തിരക്കി. എന്നിട്ട് നമ്മൾ വിചാരിച്ച് കട വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗോകുല ഹോസ്പിറ്റലിൻ്റെ അവിടെ പല സ്ഥലത്തും നമ്മൾ അലഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അലഞ്ഞതിന് ശേഷം നമ്മൾ വിചാരിച്ച് കട ഏതെങ്കിലും വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ച് എന്തായാലും നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പർ കണ്ടിട്ട് അതിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ അത് പോയിട്ടുണ്ട് കേട്ടോ, ടോക്കൺ ആയിട്ടുണ്ട്, അത് കൊടുത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങും. അങ്ങനെ കുറേ കടകളിലൊക്കെ ചോദിച്ച് അവസാനം ലാസ്റ്റ് പിന്നെ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് പോയി. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും നാളെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞാൻ എന്തായാലും നമ്മളെ വീഡിയോയിലെ കൂടെ പറയും. കാരണം എൻ്റെ വീഡിയോ കാണുന്നൊരു ഉറപ്പായിട്ട് അതെൻ്റെ ശത്രുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരോ എൻ്റെ അടുത്ത് മിണ്ടുന്നവരോ എൻ്റെ വീഡിയോ കാണുന്ന ആരായിക്കോട്ടെ, ഇഷ്ടമുള്ളവരോ അല്ലാത്തവരോ ആരൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു പിന്നെ അവൾ കച്ചവടത്തിന് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവൾക്കൊരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യം എൻ്റെ മനസ്സിനകത്തുണ്ട്. കാരണം അവൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരുപാട് പേര് പറ്റുന്നതും അതുവഴി വരുന്നവരൊക്കെ അവിടെ ഇറങ്ങി പിന്നെ അവിടെ ഉള്ളതൊക്കെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് പറ്റുന്ന അതൊക്കെ നിങ്ങളെന്തായാലും മേടിക്കാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പിന്നെ നീ നമ്മളെ മാതാവിനൊരു മെഴുകുതിരി കത്തിക്കുക, എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഇത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. പോയിട്ട് തിരിച്ചിങ്ങോട്ട് ഏതാണ്ട് പകുതി എത്തിയപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്തൊരു ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ദൈവം നമ്മളെ കൈവിടുമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞു, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടുമെന്ന് പറഞ്ഞ്. സത്യം പറയാലോ, നമ്മൾ ആ ഒരു മനസ്സിൽ അവൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച്, ഞാനും എൻ്റെ മനസ്സിൽ വിചാരിച്ച് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കിനും ഒരു സ്ഥലത്ത് കട വെച്ചിരിക്കുന്നു. ആ കട കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഒരു പെൺകൊച്ചിനടുത്ത് ചോദിച്ചത് കൊടുക്കാൻ വെച്ചിരിക്കുകയോ അല്ല, കൊടുക്കാൻ വെച്ചിരിക്കുകയോ അല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുത്തെ നമ്പർ മേടിച്ച് ഇതുപോലൊരു കട നമുക്ക് പണിഞ്ഞെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരനെ തേടിപ്പോയി അവരുടെ അടുത്ത് ചെന്ന് ഇത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കട മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആ കട വാങ്ങിച്ച് കുറച്ച് ദിവസമായിട്ട് പിന്നെ അതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങളും പറക്കി വേസ്റ്റ് എല്ലാം മാറ്റി അതിനകം മൊത്തം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നാളെയാണ് ആ കടയിൽ കയറി പിന്നെ എന്തോ പറയാനായിട്ട് കയറിയിട്ട് ചെറിയൊരു കുഞ്ഞു കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അവൾ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഹെൽപ്പും കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള വീഡിയോ, അതായത് എനിക്ക് അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കറക്റ്റായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു വീഡിയോയുടെ കൂടെ പറയാത്തതും. പിന്നെ അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചെന്തായാലും നാളെ പോകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ഒരു ലോങ് വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ നാളെ എടുത്തതിന് ശേഷം നാളെ വൈകിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി അവിടെ മഴ ചാറിയപ്പോഴത്തേക്ക് കോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങുന്നത് ആ ചേച്ചി ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് ഇത്തിരിയേറെ അവരെന്നെ നോക്കി നിന്നപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി. എനിക്ക് ചോദിച്ചു എൻ്റെ വാടക വീടല്ലേ? ഞാൻ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത് വന്ന് സംസാരിച്ച് വലിയ കാര്യമായിരുന്നു കേട്ടോ. ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തായാലും എൻ്റെ സ്നേഹം അറിയിക്കുവാണ്. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചേച്ചിക്ക് അറിയാം നമ്മളവിടെ നിന്നതും എന്തിനാണ് നിൽക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിനാണെന്നൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പണമോ മുതലോ അങ്ങനെ എന്താ പറയാനായിട്ട് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ല. പക്ഷെ ഞാനുണ്ട്. കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അത്രത്തോളം ഒരു മനസ്സുറപ്പോ കല്ലോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദിവസം അലഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. ആ ഒരു മക്കളെ ഓർത്തിട്ടും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പെങ്കൊച്ചിൻ്റെ കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ആലോചിച്ച് എല്ലാം കൂടെയൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് എന്തോ ഞാൻ അനുഭവിച്ച് വന്നതുപോലെയൊക്കെ ഏതാണ്ടൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ എന്തായാലും അവളുടെ കട നാളെ കുഞ്ഞ് കട ആ ഒരു ഉദ്ഘാടനമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവൾ വിളക്ക് കത്തിച്ച് നാളെ ആ ഒരു കടയിലോട്ട് കയറുവാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണം. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേര് അവളുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിൽ വീഡിയോ ചാനലുണ്ട്. വീഡിയോ കുറച്ചൊക്കെ കണ്ടൊക്കെ നേരത്തെയൊക്കെ ഇട്ടിട്ടുള്ളൂ, പിന്നീട് ഇടാനൊന്നും പറ്റിയില്ല. മോർണിംഗ് കണ്ട കട്ടായിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അലഞ്ഞതൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും നമുക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് നമ്മളെ വീഡിയോയുടെ കൂടെ പറയും. അപ്പോഴും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ വേണം. എന്നെ കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഉള്ളു കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയാണ്. ചിലപ്പോൾ ചിലർക്ക് തോന്നും പിന്നെ എവളെന്തോ വലിയ സംഭവമാണ് മറ്റേതാണ് അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ മനസ്സിൽ എനിക്ക് ചിലർക്കുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാണുമ്പോൾ എന്നെ കൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല. എന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു കാര്യമാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഇരിപ്പിടം, അതായത് ഇനി കൊച്ചിനെയും കൊണ്ട് അലയരുത്. എനിക്കത് മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെയും കൊണ്ട് അലയരുത്, റോഡിൻ്റെ സൈഡിൽ ചെന്ന് ഇരിക്കരുത്. അതുപോലെ തന്നെ പിന്നെ ഒരു സ്ഥലം മഴയൊന്നും ഇല്ലാതെ ആരുടെ ശല്യം ഇല്ലാതെ മഴ പെയ്താൽ കയറി നിൽക്കാൻ പറ്റുന്ന ഇരുന്ന് പിന്നെ കുറേ കാലത്തേക്ക് ഇങ്ങനെ കുറച്ച് നാളത്തേക്ക് ഇരുന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം ഈ റോഡ് മൊത്തം അലഞ്ഞത് കേട്ടോ. എൻ്റെ അതായത് രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ചിലപ്പം ചിലർ ചോദിച്ചിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിചാരിക്കും അവരെന്താ പറയിട്ട് നമുക്കെന്താ, നമ്മൾ പോകുന്ന കാര്യം എന്താണോ നമുക്ക് ശരി എന്താണോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ശരി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉള്ളു കേട്ടോ. കൂടുതലൊന്നും പറയാനൊന്നും എനിക്ക് പറ്റുന്നില്ല. കാരണം എൻ്റെ മനസ്സിനകത്ത് മൊത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അവൾ ആ കടയിൽ കയറുന്നതും സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നതും അത് കച്ചവടം ചെയ്യുന്നതും അങ്ങനെയൊക്കെ വിൽക്കാൻ പറ്റുന്നതും ഒരുപാട് തിരക്കുകളാവണേ അവൾക്കൊട്ടും. പിന്നെ അതായത് ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടരുത്. അത്രത്തോളം തിരക്ക് അവൾക്ക് കിട്ടണം. നല്ല തിരക്കായിരിക്കണം കടയിൽ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിനകത്ത്. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം അവൾക്കുള്ള ആ ഒരു കട നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ മാക്സിമം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും അവളുടെ ചാനൽ അതുപോലെ തന്നെ അവളുടെ വീഡിയോസും അവളുടെ കടയും കാര്യങ്ങളൊക്കെ ഫുള്ള് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് കേട്ടോ. അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണ്. അപ്പം എന്തായാലും ആ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളാണെങ്കിൽ പോലും ചെയ്ത് കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതുവഴി പോകുന്നവരൊക്കെ അവിടെ ഇറങ്ങും. അപ്പോൾ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നാളെ എന്തായാലും നാളെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അവിടെ ചെന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ആ ഒരാളിനെ കൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ആ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട, നാളെ എന്തായാലും ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. കുറേ അലച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വന്ന് കുളിച്ച് രാവിലെല്ലാം വേവിച്ച് വെച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ. കൊച്ചുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒതുക്കി വെച്ചിട്ടൊക്കെ പോയി.
പിന്നെ ഹാപ്പി എവിടെയെന്ന് ചോദിച്ചാൽ ഹാപ്പി ഇവിടെ ഉണ്ട്. കേശു ഇവിടെ നിന്ന് ചോദിച്ചാൽ കേശു ഇല്ല. കേശുവിനെ കൊടുത്ത് എനിക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ കേശുവിനെ കൊടുത്തത് കേട്ടോ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചാലയിൽ പോയിട്ടുണ്ടായിരുന്നു. ചാലയിൽ പോകാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് തോന്നി പിന്നെ കരിക്കകത്ത് കയറണമെന്ന് തോന്നി. കരിക്കകത്ത് ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ വെട്ടുകാട് പള്ളിയിൽ പോയി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഭീമാപ്പള്ളിയിൽ പോയി. അങ്ങനെ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ ഒരു 3 സ്ഥലത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് കടയിലത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കട എടുക്കുന്നതിൻ്റെ അന്ന് നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്തായാലും ഞാൻ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയും കേട്ടോ. ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്ത് അതിനിരട്ടിയായിട്ട് നമുക്കന്ന് വൈകുന്നേരം വേദനിക്കേണ്ടി വന്നിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ കട നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.